അങ്ങയുടെ ഒരു ബിസിനസ് ലോകത്തെക്കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണുന്നെങ്കിലും അതെ അല്ലേ. ഇപ്പം അങ്ങയുടെ ബിസിനസ് എത്ര ടേൺ ഓവർ? ഇപ്പോൾ ടേൺ ഓവർ വന്നിട്ട് 1000 crore 1000 കോടിയിലെത്തി. അതെ. ഓക്കെ. അപ്പോൾ തുടങ്ങുമ്പോൾ എത്രയായിരുന്നു? 1000 രൂപ ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയത് ഇഡ്ഡലി ദോശ മിക്സാണ്. 25 പാക്കറ്റ് വെച്ചാണ് തുടങ്ങിയത്. നമ്മൾ എന്തുവാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി ശരിക്കും? പിന്നെ മെയിനായിട്ട് ഇഡ്ഡലി ദോശ മിക്സ്, നമ്മൾ കേരള മലബാർ പൊറോട്ട, അഗെയിൻ ഇപ്പം ഡയറി പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. കോഫി ചെയ്യുന്നുണ്ട്, ചപ്പാത്തി ഉണ്ട്. ഇത്രയും പ്രൊഡക്ട്സാണ് ഇപ്പം മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് വയനാട്ടിലാണോ മൊത്തം ഉൽപ്പാദനവും? അല്ല, നമ്മൾ ബാംഗ്ലൂർ ബേസ് ആണ്. ബാംഗ്ലൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. 2004 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ബാംഗ്ലൂരിൽ നമ്മുടെ പ്ലാന്റിൽ നിന്ന് തമിഴ്നാട്, കേരള, കർണാടക 3 സ്റ്റേറ്റ് കവർ ചെയ്യും. ഓവർനൈറ്റ് ട്രാൻസിറ്റ് ആണ്. അതുപോലെ ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, കൊൽക്കത്ത 5 പ്ലാന്റാണ് ഇന്ത്യയിലുള്ളത്. മലയാള സൗത്ത് ഇന്ത്യ എല്ലാവരും ഇഡ്ഡലി ദോശ നന്നായി കഴിക്കും, പൊറോട്ട കഴിക്കും. ഈവൻ ഇപ്പോൾ നോർത്തിലാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൂടുതൽ ആളുകൾ ഇഡ്ഡലി ദോശയ്ക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അടുത്ത പ്ലാന്റ് ഉള്ളത് അജ്മാനിലാണ്, ദുബായിൽ. GCC കൺട്രീസ് അവിടെ നിന്നാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതെ, സെയിം പ്രൊഡക്ട്സ് തന്നെ. അങ്ങയുടെ ലൈഫ് സ്കെച്ചൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അപകടം പിടിച്ച രീതിയിൽ വളർന്ന ഒരാളാണ്. ഞാൻ ആക്ച്വലി 93 ബാംഗ്ലൂരിലേക്ക് വീട്ടിൽ നിന്ന് കാണാതെ പോയി, ഒളിച്ചോടി. എത്ര വയസ്സിൽ? 21ാമത്തെ വയസ്സിൽ. അവിടെ എത്തി ഒരാഴ്ചയിൽ ഞാൻ കത്തെഴുതി വീട്ടിൽ അറിയിച്ചു. അവിടെ ഒരു സെയിൽസ്മാനായിട്ട് ഒരു ടെക്സ്റ്റൈലിൽ ജോലിക്ക് കയറി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഭാഷയും സെയിൽസ് എല്ലാം പഠിച്ച് പതുക്കെ 96 വരെ ആ സെയിൽസിൽ തന്നെ നിന്നു. പിന്നെ പതുക്കെ പുറത്തിറങ്ങണം തോന്നി. സ്വന്തമായിട്ട് അവിടുന്ന് കുറച്ചൊക്കെ കളി പഠിച്ചു. അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒത്തിരി പണികൾ ചെയ്യേണ്ടി വന്നു. സ്ട്രീറ്റിൽ കടല വിറ്റു. അതിനുശേഷം സ്പൈസസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ബിസിനസ് ചെയ്യുന്ന മുഹമ്മദ് ഷെഫി എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളിയുടെ കൂടെ സെയിൽസിന് കയറി. അത് പിന്നെ ഇൻസെൻറ്റീവ് മോഡലായിരുന്നു, കമ്മീഷൻ. നമ്മൾ ഒരു 10% കമ്മീഷൻ കിട്ടും നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ ആ കച്ചവടം കഴിഞ്ഞ് വന്ന് വീണ്ടും കടല കച്ചവടം ചെയ്യും. കടല വിട്ടില്ല, കാരണം ഇതിനകത്ത് നമുക്ക് ലാഭം കിട്ടുന്ന കടല കച്ചവടം മാത്രമേ ഉള്ളൂ. മറ്റേത് കടല പ്രോഫിറ്റുള്ളായിരുന്നു. ഒരു 200 രൂപയ്ക്ക് ഡെയിലി കിട്ടും. എത്ര ടേൺ ഓവർ വരും കടലേക്ക്? വൈകുന്നേരം ഒരു 500 രൂപ വിറ്റ് കഴിഞ്ഞാൽ ഒരു 200-250 രൂപ നമുക്ക് ലാഭം ഉണ്ടാവും. കാശുണ്ടാക്കാൻ വേണ്ടി പിന്നെ ഒരു ചായക്കട തുടങ്ങും. ഞാനും എൻ്റെ ബ്രദർ ഷംസുദ്ദീൻ. പിന്നെ അത് ബാംഗ്ലൂർ തന്നെയാണ്. ബാംഗ്ലൂർ തന്നെ. എല്ലാം ബാംഗ്ലൂരാണ്. അപ്പോൾ ചായക്കട രക്ഷോട്ടോ. ചായക്കടയാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. പ്രൊവിഷൻ സ്റ്റോർ തുടങ്ങി, ഇപ്പം ഗ്രോസറി സ്റ്റോർ. പിന്നെ രണ്ടാമത്തെ ബിസിനസ് ഈ സ്പൈസ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. കടല കച്ചവടം വിട്ടു. ഈ ഗ്രോസറി തുടങ്ങിയ ശേഷം 500 രൂപ ടേൺ ഓവർ അത് വിട്ടു. പിന്നെ നമ്മൾ ഒരു ലിക്വിഡിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത നമുക്ക് കൈ കാശില്ല. അപ്പോൾ അങ്ങനെയാണ് ചായക്കട തുടങ്ങുന്നത്. ചായക്കട തുടങ്ങിയപ്പോൾ ഒരു വർഷത്തോളം അതും മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ചായയുടെ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ ഒരു കൃത്യമായിട്ട് ഒരു സർവീസ് എങ്ങനെ കൊടുക്കണം നമ്മൾ പഠിക്കുന്ന ചായക്കടയിൽ നിന്നാണ്. കാരണം ചായയുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചു. ഒത്തിരി ആൾക്കാരുണ്ട്, ചായ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്, പക്ഷേ നമ്മുടെ ചായ മാത്രം വിൽക്കുന്നില്ല. അപ്പോൾ ചായയുടെ ക്വാളിറ്റി പ്രശ്നമായിരുന്നു. ചായയുടെ പിന്നെ ഒരു വിസിബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമ്മൾ ഒരു ദിവസം നമുക്കൊരു 14 ലിറ്ററിൻ്റെ പാല് വിറ്റാലേ നമുക്ക് ബ്രേക്ക് ഇവൻ ആവുള്ളൂ ബിസിനസ്. അതൊരു വർഷമായി. നമ്മൾ അതേ ചായക്കടയിൽ നമ്മൾ അടുത്തൊരു വർഷം കൊണ്ട് ഏതാണ്ട് 105 ലിറ്ററിൻ്റെ പാല് ചായ വിൽക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കാശ് വരാൻ തുടങ്ങിയത്. അവിടുന്ന് കയറ്റമായിരുന്നില്ല. ഗ്രാജുവലി നമ്മൾ അവിടുന്ന് കിട്ടുന്ന കാശ് നമ്മൾ ഈ പറയുന്ന കടയിലും പിന്നെ സ്പൈസസ് ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്തു. അത് ഗ്രാജുവലി പതുക്കെ ഗ്രോ ചെയ്ത് വരുന്ന സമയത്താണ് നമ്മളെ ഗ്രോസറി സ്റ്റോറിലേക്ക് ഒരാൾ ഇഡ്ഡലി ദോശ മാവിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുവരുന്നത്. പ്ലെയിൻ പാക്കറ്റിൽ. ഇത് അടുത്തുള്ള കടകളിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല പ്രോഡക്റ്റാണ്. ആഴ്ചയിൽ 3 തവണ വരും. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു വെച്ചു, കസ്റ്റമർക്ക് കൊടുത്തു. അപ്പോൾ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. കൺസേൺ ഉണ്ട്, ഇത് മാനുഫാക്ചറിങ് ഡേറ്റ് ഇല്ല, അതുപോലെ പിന്നെ ഇത് ആരാണ് ചെയ്യുന്നത്, അഡ്രസ്സ് ഇല്ല. അപ്പോൾ തന്നെ ബ്രദർ ഷംസുദ്ദീൻ പറഞ്ഞു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പഠിക്കാം. കൂടെ നമ്മൾ 4 ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത്. എൻ്റെ നേരെ അനുജൻ ഷംസുദ്ദീൻ, പിന്നെ ജാഫർ, നൗഷാദ്. അപ്പോൾ നമ്മൾ ഈ
ഇപ്പം എല്ലാ ബിസിനസ്സിലും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഇഡ്ഡലി ദോശയെക്കുറിച്ച് മിക്സിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കസിൻ മുസ്തഫ, പുള്ളി IIM ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. പുള്ളി ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻ്റലിൽ ഒരു പ്രോജക്റ്റ് മാനേജറാണ്. ആ പുള്ളിയെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും, താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ആ പുള്ളി പറഞ്ഞു, തുടങ്ങിക്കൊന്ന് ഞാൻ ദോശനാസർ എന്ന് പേര് വരട്ടെ, തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയ ഗ്രൈൻഡർ മേടിച്ചു, അതുപോലെ പിന്നെ ഒരു ഫ്രീസറും മേടിച്ചു. അങ്ങനെ എല്ലാ ദിവസവും 2 മണിക്കൂർ വൈകുന്നേരം വന്നിട്ട് ഈ സ്പൈസിൻ്റെ സെയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് അരയ്ക്കാൻ നിൽക്കും. അങ്ങനെ അടുത്തുള്ള ഈ സ്ട്രീറ്റ് വെണ്ടേഴ്സ്, ഇഡ്ഡലി ദോശ വിൽക്കുന്ന ആൾക്കാർ, നമ്മളുടെ കടയിലെ കസ്റ്റമേഴ്സ്, അങ്ങനെ അവർക്ക് നമ്മളിങ്ങനെ മാവിങ്ങനെ ഡെയിലി അരച്ചു കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ അവർ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടു പോകും, നല്ല അഭിപ്രായം പറയും. അപ്പോൾ ഇതിനകത്ത് ഉലുവ ഇച്ചിരി കൂട്ടണം, ഉഴുന്നിച്ചിരി കുറക്കണം, ഇങ്ങനെ നമുക്ക് അഡ്വൈസ് തന്നുകൊണ്ടിരുന്നു. ഈ പ്രോഡക്റ്റ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നവരെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ മേടിച്ചു വന്ന് വീട്ടുകാരൊക്കെ പറഞ്ഞു, വീട്ടിലുണ്ടാക്കുന്നതിനൊക്കെ നല്ലതാണ്, പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു ഒരു കമൻറ്റ് വന്നപ്പോൾ നമ്മൾ പിന്നെ ഒരു 20 സ്റ്റോറിൽ, നമുക്ക് പരിചയമുള്ള 20 സ്റ്റോറിൽ നമ്മൾ ഇത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 50,000 രൂപയാണ് ആ സമയത്ത്. ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതിന് ഒരു ഡിസൈൻ ചെയ്ത് ഒരു ബ്രാൻഡിൽ ID ഫ്രഷ് എന്ന് പേരൊക്കെ ഇട്ട്, ID സ്പെഷ്യൽ ആയിരുന്നു, ID സ്പെഷ്യൽ എന്ന് പേരൊക്കെ ഇട്ട് ഒരു നല്ലൊരു കളർഫുൾ പാക്കറ്റൊക്കെ ആക്കി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചതെന്ന് വെച്ചാൽ 20 ഷോപ്പിൽ നമുക്കൊരു ദിവസം ആവറേജിന് 5 പാക്കറ്റ് വെച്ച് വിൽക്കാൻ പറ്റിയാൽ 100 പാക്കറ്റ് ആകുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത് നമ്മൾ ഫർദർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഈ 50,000 ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഒരു വർഷം കൊണ്ട് ഈ 20 കടകളിൽ അവിടെ മാത്രം ലിമിറ്റ് ചെയ്തു. ബാക്കിയുള്ള കടക്കാരെ ചോദിക്കുന്നുണ്ട്, പിന്നെ ഇത് പ്രൊഡക്റ്റ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും കൊടുക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. ആകെ ഈ ഒരു ഗ്രൈൻഡറിൽ നമുക്ക് മാക്സിമം 100 കിലോ അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്തപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മുസ്തഫയോട് പറഞ്ഞു, കാശിട്ട് പറഞ്ഞു. പുള്ളിയുടെ ഒരു എന്താണ് ആകെ ഉണ്ടായിരുന്ന എന്താ പറയുക സേവിങ്സ് എന്ന് പുള്ളി ഒരു 10 ലക്ഷം രൂപ റിലീസ് ചെയ്തു. അങ്ങനെ നമ്മളൊരു ചെറിയ ഫാക്ടറി, ചെറിയൊരു കമ്പനി, ഒരു 1000 സ്ക്വയർ ഫീറ്റിലൊരു ഏരിയ ബിൽഡ് ചെയ്തു. അവിടെ നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 500 കിലോ ഡെയിലി വിറ്റാലേ നമുക്ക് അവിടെ നിന്ന് കൂടെ ബ്രേക്ക് ചെയ്യാനാവുള്ളൂ. പിന്നെ നമ്മൾ സ്വന്തം വണ്ടിയായി, 3-4 പണിക്കാരുണ്ട്, ജോലിക്കാരായി. അതുവരെ നമുക്ക് ജോലിക്കാരില്ല. ഫ്രം ദ ഡേ 1 ഇത് ലാഭത്തിലാണ്. കാരണം നമ്മൾ വൈകുന്നേരം 1-2 മണിക്കൂറിലേ പണിയെടുക്കുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. പിന്നെ ബ്രദർ ജാഫറാണ് സെയില്, പിന്നെ നേരെ അനുജൻ ഷംസുദ്ദീൻ ഇത് ഗ്രൈൻഡ് ചെയ്യും, ഞാനിതെല്ലാം കോർഡിനേറ്റ് ചെയ്യും, പർച്ചേസും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ പ്ലാന്റ് തുടങ്ങിയ ശേഷമാണ് നമുക്ക് എക്സ്പെൻസ് വരാൻ തുടങ്ങിയത്. അപ്പോൾ 500 കിലോ വിറ്റാൽ ഇത് മുതലാവുള്ളൂ. അപ്പോൾ ഒരു അടുത്ത 3 മാസം കൊണ്ട് നമുക്ക് 500 കിലോ ടാർഗറ്റ് വെച്ചു. ഓക്കെ. ആ 3 മാസം കൊണ്ട് പക്ഷേ നമുക്കൊരു 1000 കിലോയ്ക്ക് മേലെ പോയി. പിന്നെ ഒരു ടേക്ക് ഓഫ് ആയിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു 2000 കിലോ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റായിരുന്നു ചെയ്തത്. അത് ഒരു വർഷം കൊണ്ട് നമ്മൾ വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ 5000 കിലോ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് എടുത്തു. എത്ര കോടിയുടെ 1000 കോടിയുടെ ഇപ്പോൾ നമ്മളുടെ ടേൺ ഓവർ വന്നിട്ട് 1000 കോടിയാണ്. പക്ഷേ കമ്പനി വാല്യുവേഷൻ വന്നിട്ട് 5,000 crore. ഓക്കെ, 5,000 crore കമ്പനിയുടെ ഉടമസ്ഥനാണ്. നന്നായിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.